ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, നമസ്കാരം ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. എല്ലാവരും സേഫ് ആയിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഫോട്ടോ പ്രിൻറ്റ് കേക്കിൻ്റെ കുറച്ച് വിശേഷങ്ങളുമായിട്ടാണ് കേട്ടോ. കുറച്ച് ഡൗട്ടും കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്യാനായിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകാം. കുറേ പേർക്കുള്ള കുറേ ഡൗട്ടുകൾ ഇതിലൂടെ തീരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ആദ്യം തന്നെ നമ്മൾക്ക് കസ്റ്റമർ ഫോട്ടോ പ്രിൻറ്റിൻ്റെ ഓർഡർ തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ആദ്യം തന്നെ എപ്പോഴാണ് ഈ ഒരു ഫോട്ടോ എടുത്ത് വെക്കേണ്ടതെന്നുള്ള കുറേ പേർക്കുള്ള ഡൗട്ടാണ്. കാരണം നമ്മളെ അടുത്തുള്ള ഏരിയയിൽ ഇതില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പുറത്ത് പോയിട്ട് വേണം പ്രിൻ്റ് എടുക്കാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ എല്ലാ ബേക്കിങ്ങിൻ്റെ ഷോപ്പുകളിലൊക്കെ അവൈലബിൾ ആണ് കേട്ടോ, പ്രിൻ്റർ അവൈലബിൾ ആണ്. നമ്മളൊക്കെ ആദ്യം ബേക്കിങ്ങിന് തുടങ്ങിയ ടൈമിലൊക്കെ നമുക്കിത് ഒത്തിരി ലോങ്ങിൽ പോയിട്ട് വേണം ഇന്നും പ്രിൻ്റ് എടുക്കാനായിട്ട്. അപ്പോൾ നമ്മൾക്കിത് ബേക്കിംഗ് ഷോപ്പിൽ പറഞ്ഞാൽ അവരവിടെ എത്തിച്ച് തരികയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എനിക്കെന്ന് വെച്ചാൽ യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങുന്ന മുന്നേ എനിക്ക് ഒരു കേക്കിൻ്റെ ഓർഡറുള്ള ടൈമിൽ ഫോട്ടോ പ്രിൻറ്റ് ഫസ്റ്റ് വന്ന ടൈമിൽ അതും 4 കിലോ കേക്കിലാണ് കേട്ടോ ഒരു ഫോട്ടോ പ്രിൻറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്, സ്ക്വയർ കേക്കിൽ. അന്നേരം ഞാൻ എൻ്റെ തൊട്ടടുത്ത ബേക്കിംഗ് ഷോപ്പിൽ പോയിട്ട് അവരുടെ അടുത്ത് പറയുമ്പം അവരത് കുന്നുങ്ങളൊക്കെ പോയിട്ട് അവിടെ നിന്നാണ് ഈ പ്രിൻ്റ് എടുക്കുന്നത്. അപ്പോൾ അവർക്ക് സാധനങ്ങൾ ബേക്കിംഗ് ഐറ്റംസ് കൊണ്ടുവരുന്ന അവരുടെ കയ്യിൽ നിന്നാണ് നമുക്കിത് വാങ്ങിത്തരുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞ പിറ്റത്തെ ദിവസം തന്നെ അവർ ഈ ഫോട്ടോ പ്രിൻ്റ് എടുത്തു വെച്ചു. എനിക്കാണെങ്കിൽ കേക്ക് ഒരു 2-3 ദിവസം കഴിഞ്ഞിട്ടായിരുന്നു. പക്ഷേ അവർ പറഞ്ഞു, ഇല്ല ഇതൊരു മാസം വരെയൊക്കെ ഇരിക്കും, അതിന് കുഴപ്പമൊന്നുമില്ല, ഇവിടെ അങ്ങനെ കൊടുക്കാറുണ്ട് ഞാൻ, അല്ലാതെ നമുക്കിപ്പോൾ പെട്ടെന്നൊന്നും പോയാൽ അതിനായിട്ട് വേണ്ടി വരും പോവാൻ എന്ന് പറഞ്ഞു എൻ്റെ അടുത്ത്. അപ്പോൾ എനിക്കിത് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. എൻ്റെ അടുത്ത് പറഞ്ഞത് പുറത്ത് വെച്ചാൽ മതി, ഫ്രിഡ്ജിലൊന്നും വെക്കണ്ട എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പുറത്ത് തന്നെ നമുക്ക് കിട്ടുന്നത് തന്നെ ഒരു പ്രിൻ്റ് ഒരു കവറിലാക്കിയിട്ടാണ്. പിന്നെ ഞാനത് വേറൊരു ടെക്സ്റ്റൈൽസിൻ്റെ കവറിലാക്കിയിട്ട് സ്റ്റോർ റൂമിൽ വെക്കുക കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഓരോ ദിവസവും അത് തുറന്ന് നോക്കും, ഇതിന് വല്ല കംപ്ലയിൻ്റ് ഉണ്ടോ എന്ന്. പക്ഷേ 3 ദിവസത്തിൻ്റെ മേലെ ഇരുന്നിട്ടും അതിന് യാതൊരു കംപ്ലയിൻറ്റും ഉണ്ടായിരുന്നില്ല കേട്ടോ. നമ്മൾ ആൽബത്തിലൊക്കെ ഫോട്ടോ വെച്ചാൽ അതിൻ്റെ കുറേ കാലങ്ങൾ കഴിഞ്ഞാൽ നമ്മൾ ആ ഫോട്ടോ നോക്കുമ്പം അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ഇങ്ങനെ ഒരു ഒട്ടിപ്പിടിച്ച പോലെ ഉണ്ടാവില്ല, അതുപോലെ തന്നെ ഉണ്ടായിരുന്നുള്ളൂ. വേറെ അത് എടുത്ത് ഒട്ടിക്കാനോ എനിക്ക് അത്ര ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല. കൂളായിട്ട് തന്നെ ഞാൻ പറിച്ച് ഒട്ടിച്ച് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു കേക്കിൽ. എന്നിട്ട് കസ്റ്റമറിന് കൊടുത്തിട്ടുണ്ടായിരുന്നു, അതിന് യാതൊരു കുഴപ്പമുണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ ചില പ്രിൻറ്റുകളൊക്കെ കിട്ടുന്നത് അത്ര കട്ടിയില്ലാത്തതും നമ്മൾ എടുക്കാൻ നോക്കുന്ന ടൈമിൽ വേഗം പൊട്ടിപ്പോണ പ്രിൻറ്റുകളൊക്കെ കിട്ടാറുണ്ട് കേട്ടോ. ചില ടൈമിൽ എനിക്കും കിട്ടിയിട്ടുണ്ട്, ഞാനും പെട്ടുപോയിട്ടുണ്ട്. അത് ഓരോ ഏരിയയിൽ നമ്മൾ പ്രിൻ്റ് എടുക്കുമ്പോൾ ഉള്ള അതിൻ്റെ ഒരു ക്വാളിറ്റി കുറഞ്ഞതായിട്ടാണെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. ചിലപ്പോൾ കട്ടിയുള്ളത് യാതൊരു കുഴപ്പമുണ്ടാവില്ല, നമുക്ക് എടുക്കാനായിട്ട് പെട്ടെന്ന് കിട്ടും. ചിലത് ഇങ്ങനെ പൊടിഞ്ഞ് പോകുന്ന ടൈപ്പിലും കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളിങ്ങനെ ഷോപ്പിൽ വെച്ച് പോയിക്കുമ്പോൾ അവർ പറയും അത് പ്രിൻറ്റ് മാറിയിട്ടുണ്ട്, ഇപ്രാവശ്യം നമ്മൾ എടുത്ത പ്രിൻറ്റ് മാറിയിട്ടുണ്ട്, അതായിരിക്കുമെന്ന്. പിന്നെ റൈറ്റിലും വ്യത്യാസം ഉണ്ടാവും ചില പ്രിൻറ്റുകൾക്കൊക്കെ. അതുപോലെ കുറേ ഫ്രണ്ട്സ് എന്നെ വിളിച്ച് ചോദിച്ചിട്ടുണ്ട്, ഈ ഫോട്ടോ പ്രിൻ്റ് എടുക്കാൻ കിട്ടണില്ല, ഭയങ്കരമായിട്ട് പൊടിഞ്ഞു പോകണം, എന്ത് ചെയ്യും? അറ്റ് ലാസ്റ്റ് അവരെന്ത് ചെയ്തു, ആ പ്ലാസ്റ്റിക് ഷീറ്റോട് കൂടി ആ OHP ഷീറ്റോട് കൂടി എടുത്ത് വെച്ച് കൊടുക്കേണ്ടി വന്നു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ പൊടിഞ്ഞു പോകുന്ന ടൈമിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ടിപ്പ് എന്ന് പറഞ്ഞാൽ, പൊടിഞ്ഞ് പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ പിന്നെ അത് വലിച്ച് തുറക്കാനായിട്ട് ശ്രമിക്കാതെ വേഗം അത് പൂട്ടിയിട്ട് അതേപടി നമ്മൾ സിപ്പ് ലോക്ക് കവറിലാക്കിയിട്ട് ഫ്രീസറിൽ 1, 2, 3 മിനിറ്റ് വെക്കുക. അതിന് ശേഷം എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടും കേട്ടോ. പിന്നെ മാക്സിമം നിങ്ങൾ എന്ത് ചെയ്യുക, ഫോട്ടോ പ്രിൻറ്റിൻ്റെ ഒക്കെ ഓർഡർ വന്നിട്ടുണ്ടെങ്കിൽ ആ ഒരു ദിവസത്തേക്ക് മാത്രമായിട്ട് എടുക്കുക കേട്ടോ. അപ്പോൾ ഇന്നേക്കുള്ള ഓർഡർ ആണെങ്കിൽ ഇന്ന് മാത്രം ഫോട്ടോ പ്രിൻറ്റ് എടുക്കാനായിട്ട് നോക്കുക. അല്ലെങ്കിൽ തലേ ദിവസം എടുത്ത് വെച്ചാലും വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. എടുത്തിട്ട് പിന്നെ ഫ്രിഡ്ജിലൊന്നും കൊണ്ടുവെക്കണ്ട കേട്ടോ, അത് പുറത്ത് തന്നെ നമുക്ക് സ്റ്റോർ ചെയ്യാനായിട്ട് പറ്റും. നമുക്ക് തന്നിട്ടുള്ള അതേ കവറിൽ തന്നെ സ്റ്റോർ ചെയ്ത് വെച്ചാൽ മതി. പിന്നെ ഈ ഒരു കേക്കിലേക്ക് ഒട്ടിക്കുന്ന ടൈം എന്ന് പറയുന്നത് നമ്മൾ കേക്ക് നല്ല ഫിനിഷ് ചെയ്തിട്ട് എടുത്ത് വെക്കുക. അതിനുശേഷം നമ്മൾ കസ്റ്റമറിന് എപ്പോഴാണോ നമ്മൾ കേക്ക് വേണ്ടത് അതിൻ്റെ ഒരു അരമണിക്കൂർ മുന്നേ കൊടുത്താൽ മതി കേട്ടോ, ഒട്ടിച്ചിട്ട് അങ്ങ് കൊടുത്താൽ മതി. പിന്നെ അത് വീണ്ടും പിന്നെ ഫ്രിഡ്ജിലോട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ഫ്രിഡ്ജിലത്തെ ആ ഒരു നനവ് കാര്യങ്ങൾ തട്ടിയിട്ട് നമ്മൾ ഈ പ്രിൻറ്റിലത്തെ ഇത് ഇളകി കേക്കിലേക്ക് സ്പ്രെഡ് ആവാനായിട്ട് സാധ്യതയുണ്ട് കേട്ടോ. കളറൊക്കെ സ്പ്രെഡായിട്ട് കേക്കിലേക്ക് പകരും. ഇപ്പം ഞാനിതാ ഇവിടെ ഒരു 2 kgയുടെ കേക്കാണ് കേട്ടോ, ബ്ലാക്ക് ഫോറസ്റ്റ് ആണ് ഐസിങ് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ കേക്ക് ഫോട്ടോ പ്രിൻ്റ് എടുക്കുന്ന ടൈമിൽ ഇതിപ്പോൾ 10 ഇഞ്ചിൻ്റെ പാനിലുള്ള കേക്കാണ് ഞാൻ ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാനൊരു 9 ഇഞ്ചിൻ്റെ ഫോട്ടോ പ്രിൻ്റാണ് കേട്ടോ എടുക്കാറുള്ളത്. അതെന്തിനാണെന്ന് വെച്ചാൽ അതിൻ്റെ മുകളിൽ ഒട്ടിച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചൊരു ബോർഡർ വർക്കോ അല്ലെങ്കിൽ ഒരു റോസറ്റ വർക്കോ എന്തെങ്കിലും മുകളിൽ കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അത്രയും സ്പേസിൽ നമുക്കവിടെ ഡെക്കറേഷൻ എന്തെങ്കിലും ചെയ്യാമല്ലോ, അങ്ങനെയാണ് ഞാൻ ചെയ്യാറുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ കറക്റ്റ് അതേ ഒരു കേക്കിൻ്റെ അളവിൽ തന്നെ, ഇപ്പോൾ 9 ഇഞ്ചിൻ്റെ പാനിലാണ് നമ്മൾ കേക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു അളവിൽ തന്നെ നമുക്ക് ഫോട്ടോ പ്രിൻറ്റും പറയാം കേട്ടോ. അപ്പോൾ കേക്ക് തലേദിവസം നന്നായിട്ട് ഐസിങ് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെക്കുക. പിറ്റത്തെ ദിവസം നമ്മൾ കസ്റ്റമറിന് കൊടുക്കേണ്ട ആ ഒരു ടൈമിൽ നമ്മൾ അതിലേക്ക് ഫോട്ടോ പ്രിൻ്റ് ഒട്ടിച്ചു കൊടുക്കുക. ഇനി നിങ്ങൾക്ക് എപ്പോഴും ഇതുപോലെ പറിച്ചെടുക്കാൻ പറ്റാത്ത ഒരു ഫോട്ടോ പ്രിൻ്റാണ് കിട്ടണമെങ്കിൽ നിങ്ങൾക്ക് അതിന് പകരമായിട്ട് ഷുഗർ ഷീറ്റിൽ ഫോട്ടോ എടുക്കാം കേട്ടോ. ആ ഷുഗർ ഷീറ്റിൽ എടുക്കുന്ന ടൈമിൽ നമുക്ക് ഈ പറിച്ചെടുക്കേണ്ട യാതൊരു ബുദ്ധിമുട്ടില്ല, ഡയറക്റ്റ് ആ ഒരു പ്രിൻ്റ് എടുത്തിട്ട് നമുക്ക് കേക്കിലേക്ക് വെച്ച് കൊടുത്താൽ മതി. ഇപ്പോൾ എൻ്റെ കേക്ക് ഇവിടെ ഞാൻ ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട്, ഇത് ഞാൻ ഫ്രിഡ്ജിലോട്ട് വെക്കാൻ പോവുകയാണ്. അതിനുശേഷം പിറ്റത്തെ ദിവസമാണ് ഞാൻ എൻ്റെ ഒരു ഫോട്ടോ പ്രിൻ്റ് ഇതിലേക്ക് ഒട്ടിച്ചു കൊടുക്കുന്നത് കേട്ടോ.
അപ്പോൾ ഇതാണ് കേട്ടോ നമ്മളെ ഫോട്ടോ പ്രിൻറ്റ്. ഇതിങ്ങനെ നമ്മൾക്കൊരു പാക്കിൽ കവർ ചെയ്തിട്ട് ലോക്ക്ഡ് കവറായിട്ട് തന്നെയാണ് നമുക്ക് കിട്ടുന്നത്. നല്ല സെക്യൂരിറ്റിയോട് കൂടിയിട്ട് തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. ഇനി നമ്മളിത് കട്ട് ചെയ്തിട്ടാണ് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് എടുക്കുന്നത്. ഇത് കഴിക്കാൻ പറ്റും എന്നുള്ളത് കുറേ പേരുടെ ഡൗട്ടാണ്. ഇത് കഴിക്കാൻ പറ്റും, എഡിബിൾ ആണ് കേട്ടോ. ഷുഗറാണ് ഇതിൻ്റെ പുറത്തുള്ളത്. ഷുഗറിലാണ് ഈ ഫോട്ടോസ് പ്രിൻറ്റ് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ താഴെ വന്നിട്ട് OHP ഷീറ്റാണ്. ആ ഷീറ്റിൽ വേണമെങ്കിൽ നമുക്ക് കളയേണ്ട ആവശ്യമില്ല കേട്ടോ. അതിൽ നമുക്ക് ചോക്ലേറ്റ് ഡെക്കറേഷൻ ഒക്കെ ഉണ്ടാക്കാനായിട്ട് നമുക്ക് യൂസ് ചെയ്യാം. ഞാൻ അങ്ങനെ എടുത്ത് വെക്കാറുണ്ട് കേട്ടോ. അതിൻ്റെ താഴെയുള്ള സ്റ്റിക്കർ പോലത്തെ ആ ഒരു ഷീറ്റ് OHP ഷീറ്റാണ്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ കേക്ക് റൗണ്ട് ആയതുകൊണ്ട് ഞാൻ ഈ ഒരു ഫോട്ടോയും റൗണ്ടിലാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് സ്ക്വയറിലൊക്കെ കേക്ക് ഉണ്ടാക്കുന്ന ടൈമിൽ സ്ക്വയറിൽ എടുക്കാൻ പറഞ്ഞാൽ മതി. ഇതിപ്പോൾ ഒരു A4 ഷീറ്റിൻ്റെ സൈസിലാണ് നമ്മൾക്ക് കിട്ടുക. എന്നിട്ട് അതിൽ നമ്മൾ പറയുന്ന ആ ഒരു ഇഞ്ചിൻ്റെ ആ ഒരു സൈസിലാണ് ഒരു ഫോട്ടോ പ്രിൻറ്റ് ചെയ്തെടുക്കുന്നത്. ഇപ്പോൾ കണ്ടില്ലേ, നമ്മൾ ഫോട്ടോ ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ആവശ്യമില്ലാത്ത ഭാഗങ്ങൾ. ഈ ഫോട്ടോ നമ്മൾ അതിൽ നിന്ന് എടുക്കുന്ന ടൈമിലും നമ്മളെ കയ്യിലൊന്നും ഒട്ടും വെള്ളം ഉണ്ടാവാൻ പാടില്ല കേട്ടോ. അപ്പോൾ നമ്മളെ കയ്യിലത്തെ വെള്ളം തട്ടിയിട്ട് ആ ഫോട്ടോ ഇങ്ങനെ സ്പ്രെഡായി പോകും. കളർ പെയിൻ്റ് ആണല്ലോ, അപ്പോൾ അത് സ്പ്രെഡായി പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ കയ്യിലൊന്നും ഒട്ടും വെള്ളം ഉണ്ടാവരുത്. ഇനി ഇതാ ജസ്റ്റ് നമ്മളെ കൈ വെച്ചിട്ട് തന്നെ ഇതുപോലെ അടക്കുമ്പോൾ നമ്മൾ സ്റ്റിക്കറൊക്കെ നെയിം സ്ലിപ്പൊക്കെ ഇതുപോലെ ഒട്ടിച്ച് എടുക്കാറില്ലേ, അപ്പോൾ അതുപോലെ തന്നെയുള്ളൂ. ഇനിയിപ്പോൾ ഇങ്ങനെ കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾക്കൊരു പാലറ്റ് നൈഫ് ഉള്ളിലൂടെ കടത്തിയിട്ട് ഒന്ന് ഫുള്ളായിട്ട് ലെവൽ ചെയ്ത് വിട്ടെടുപ്പിക്കാം കേട്ടോ. ഇതെനിക്ക് ഈസി ആയിട്ട് കിട്ടുന്നുണ്ട് കണ്ടോ, ഈസി ആയിട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ എടുത്ത് കൊടുക്കുക, എന്നിട്ട് നേരെ കേക്കിലേക്ക് വെച്ച് കൊടുത്താൽ മതി. വളരെ സിമ്പിളാണ്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, പിന്നെ ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് 160, 80, 200 പല റേറ്റിലും കേട്ടോ, പല ഷോപ്പിലും നമുക്ക് കിട്ടാറുള്ളത്. അപ്പോൾ ആ ഒരു റേറ്റ് അനുസരിച്ചിട്ട് എനിക്ക് തോന്നുന്നത് ചില ഡിഫറൻസ് ഉണ്ടാവും, പ്രിൻറ്റിന് ഡിഫറൻസ് ഉണ്ടാവും. കട്ടിയില്ലാത്തതും വളരെ നൈസായിട്ടുള്ളതൊക്കെ കിട്ടും. അപ്പോൾ ചില സമയത്ത് നമ്മൾക്കും പണി കിട്ടാറുണ്ട്. ഇനി നമ്മളിത് കേക്കിൽ വെച്ചതിന് ശേഷം അവിടെ ഇവിടെ അങ്ങ് പൊങ്ങിയൊക്കെ നിൽക്കുന്നുണ്ടെങ്കിൽ കൈ വെച്ചിട്ട് തന്നെ നമുക്കതൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം കേട്ടോ. നന്നായിട്ടൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതാ നമ്മൾ കേക്കിൽ ഫോട്ടോ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ബാക്കി ഭാഗങ്ങൾക്ക് ഡെക്കറേഷൻ കൊടുക്കാം കേട്ടോ. ഇപ്പോഴത്തെ ഞാനിതാ വിപ്പിംഗ് ക്രീമിലേക്ക് കുറച്ച് ലെമൺ യെല്ലോ, മാജിക്കിൻ്റെ ലെമൺ യെല്ലോയും അതുപോലെ തന്നെ മാജിക്കിൽ ഫ്യൂഷിയ എന്നുള്ള ഈ ഒരു പിങ്കും കൂടെ ചേർത്തിട്ടാണ് കേട്ടോ മിക്സ് ചെയ്ത് കൊടുക്കുന്നത്. എനിക്ക് നമ്മളെ സ്കിൻ കളർ കിട്ടാൻ പീച്ച് കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇത് 2 കളറും കൂടി മിക്സ് ചെയ്താൽ മതി. അപ്പോൾ ലൈറ്റ് കളർ കിട്ടും. നിങ്ങൾക്ക് ഡാർക്ക് ആക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ. കുറേ പേർക്കുള്ളതാണ് ക്രീമിൽ കളർ ചേർക്കുമ്പോൾ എന്താ പറയുക ലൂസാവണം എന്നുള്ള ഡൗട്ടും കാര്യങ്ങളൊക്കെ. ഞാനിതാ ക്രീമിൽ കളർ ചേർത്തിട്ട് ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നിങ്ങൾ എടുക്കുന്ന കളർ ജെൽ കളർ അല്ലെങ്കിൽ ചിലപ്പോൾ ലൂസായി പോകും, അല്ലെങ്കിൽ ക്രീമിൽ ലേശം ലൂസായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ വീണ്ടും കളർ ചേർക്കുമ്പോൾ ലൂസായി പോകും. അങ്ങനെയൊക്കെ കുറേ പ്രശ്നങ്ങളുണ്ടാവും കേട്ടോ. പിന്നെ കുറച്ച് ക്രീമിലേക്കൊക്കെ കളർ ആഡ് ചെയ്യാനായിട്ട് നോക്കുക. ഒരുപാട് ക്രീം എടുത്തിട്ട് അതിലേക്ക് കളർ ആഡ് ചെയ്യുമ്പോൾ കുറേ നേരം നമ്മൾ ആ കളർ ആഡ് ചെയ്യാനായിട്ട് ഇതുപോലെ കുത്തി ഇളക്കുമ്പോഴായിരിക്കും പിന്നെ ലൂസായി കിട്ടുന്നത്. ഇനിയിപ്പോൾ ഞാനിതിവിടെ ഒരു സ്റ്റാർ നോസിലാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. 100 N1ൻ്റെ സ്റ്റാർ നോസിലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് മുകളിലും ഇതുപോലെ ഒന്ന് ബോർഡർ വരച്ച് കൊടുക്കാം. അവിടെ റോസറ്റ് വേണമെങ്കിൽ വരക്കാം. ഞാൻ എപ്പോഴും ഒരു ഫോട്ടോ പ്രിൻറ്റിന് റോസറ്റാണ് കേട്ടോ കൊടുക്കല്. അപ്പോൾ ഇപ്പോൾ ഞാനൊരു വെറൈറ്റിക്ക് ഇങ്ങനെ ഒരു ബോർഡറാണ് കേട്ടോ കൊടുക്കുന്നത്. നമ്മൾ റോസറ്റ് വരയ്ക്കുന്ന നോസിൽ തന്നെയാണ് 100 N1 നോസിലാണ്. ഇതുപോലെ ക്രോസ് ചെയ്തിട്ട് ഇങ്ങനെയാണ് കേട്ടോ കൊടുക്കുന്നത്. അപ്പോൾ ഇനി നിങ്ങൾ കസ്റ്റമർ കേക്ക് വാങ്ങാനൊക്കെ ലേറ്റ് ആവുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫ്രിഡ്ജിൽ ബോക്സിലാക്കിയിട്ട് വെക്കാം കേട്ടോ. അതിന് കുഴപ്പമൊന്നുമില്ല. ഒരു അരമണിക്കൂർ ഇരുന്ന് കരുതിയിട്ടൊന്നും യാതൊരു കുഴപ്പമില്ല കേട്ടോ. സെയിം ആ ഒരു നോസിൽ വെച്ചിട്ട് താഴെയും ഞാനൊരു ബോർഡർ കൊടുക്കുന്നുണ്ട്. അതൊരു ഫ്ലവർ ആയിട്ടാണ് കേട്ടോ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മൾ ഫോട്ടോ പ്രിൻറ്റ് വാങ്ങുമ്പോഴുള്ള നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു, ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. അല്ലെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാം ഐഡിയിലോ ഫേസ്ബുക്കിലോ നിങ്ങൾ ഡൗട്ടോ കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. അതുപോലെ നിങ്ങളെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തിട്ട് വേണം കേട്ടോ വീഡിയോ കാണാനായിട്ട്. പിന്നെ പുതുതായിട്ട് നമ്മുടെ ചാനൽ ആരെങ്കിലുമൊക്കെ കാണുന്നുണ്ടെങ്കിൽ അവർ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണണമെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. ആ റൈറ്റ് സൈഡിൽ കാണുന്ന ഒരു കുഞ്ഞു ബെല്ലൈക്കണിൽ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഓൾ എന്ന ഓപ്ഷൻ വേണം, അതിൽ വേണം ക്ലിക്ക് ചെയ്യാനായിട്ട്. അപ്പോഴാണ് ഞാൻ പുതിയ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഫോണിൽ ആദ്യം തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അപ്പോൾ മറ്റൊരു നല്ല വീഡിയോയുമായി കാണുന്നത് വരേക്കും ബൈ ബൈ.